ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി മാക്സിൽ ഷോപ്പിങ്ങിന് പോയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അപ്പം അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ പറയാൻ പറ്റിയില്ല, മറന്നുപോയി. പെട്ടെന്നാണ് വ്ളോഗ് എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. സോ വീഡിയോ കണ്ടിട്ട് വരൂ. ബൈ. ഹായ്. അപ്പം ഞാനും ശരണ്യയും കൂടി ഇപ്പോൾ കടയിൽ പോവാണ്, മാക്സിൽ ചുമ്മാ ഡ്രസ്സൊക്കെ എടുക്കാൻ. അപ്പം ഞങ്ങൾ ചുമ്മാ നടന്നാണ് പോകുന്നത്. കോളേജിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല, കോളേജ് കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ വലിയ അടുത്ത് തന്നെയാണ്, അപ്പോൾ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ അവിടുത്തെ വഴിയാണ്. നല്ല ക്യൂട്ടാണ് കാണാനൊക്കെ. ഒരുപാട് ചൂടില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നല്ല നല്ല ഭംഗിയുള്ള മരമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ അതൊക്കെ ക്യാപ്ചർ ചെയ്താണ്, നല്ല വ്യൂ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ടാവും സൈഡിലൊക്കെ. ഈ ലസ്സി ഷോപ്പിലാണ് ഞങ്ങൾ ഈ ഷേക്കൊക്കെ കുടിക്കാൻ വരുന്നത്. അവിടെ എന്തോ 60 or 70 എന്തോ ഉള്ളൂ ജ്യൂസിനൊക്കെ. അപ്പം തന്നെ ഇവിടെ മാക്സ് എത്തി. ഭയങ്കര അടുത്താണ് മാക്സ്. ജസ്റ്റ് ഞങ്ങൾ കടയിൽ നോക്കുവാണ് എങ്ങനെയാണ് ഡ്രസ്സൊക്കെ എന്ന്. അപ്പോൾ എല്ലാം ഒരു 399, 499, 599 ഒക്കെയാണ്. ഈ ഡ്രസ്സിനൊക്കെ ലൈക്ക് 899, 999 ഒക്കെയാണ്. പിന്നെ ഞാൻ ചുമ്മാ എന്നെ തന്നെ ഒന്ന് എടുത്തതേ ഉള്ളൂ. കോളേജിലായതുകൊണ്ടാണ് ഞാൻ കുർത്തിട്ട് വന്നിരിക്കുന്നത്. കുഴപ്പമൊന്നുമില്ല കളക്ഷൻ. ഇത് 899 എന്തോ ആണ് ഈ ഡ്രസ്സൊക്കെ. അപ്പം കളക്ഷൻ ഉണ്ടില്ല എന്നല്ല. പിന്നെ റേറ്റ് സ്റ്റുഡിയോയിലെ റേറ്റ് വെച്ച് നോക്കുമ്പം ഇവിടെ കുറച്ചുകൂടെ കൂടുതലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ നൈറ്റ് വെയേഴ്സൊക്കെ ഉണ്ട്, നല്ല ക്യൂട്ടായിരുന്നു നൈറ്റ് വെയേഴ്സൊക്കെ കാണാൻ. നല്ല ഇന്നോസ് എല്ലാം ലൈക്ക് നോർമൽ എല്ലാം ഉണ്ടായിരുന്നു. റേറ്റും അങ്ങനെ ഓഫറൊന്നും ഉണ്ടായത് എനിക്ക് തോന്നിയില്ല. പിന്നെ ലാസ്റ്റ് ബില്ല് ചെയ്തുമ്പോൾ എന്തോ 250 ഓഫ് ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ റേറ്റൊക്കെ ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ക്യൂട്ട് ഹെയർ ബാൻഡൊക്കെ ഉള്ള സ്ഥലത്ത് പോയി. ഞാനിതൊന്നും വയ്ക്കാറില്ല, എന്നാലും ഞാൻ കാണുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ ഞാൻ അവിടേക്ക് പോയി ചുമ്മാ നോക്കുമായിരുന്നു. പിന്നെ നല്ല ഇയറിങ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് 199, 299 ആണ് ഇയറിങ്സൊക്കെ. ഷൂസൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു, 1000 ഒക്കെ ആയിരുന്നു. ലൈക്ക് 299 ഒന്നും ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അത്യാവശ്യം റേറ്റ് ഉള്ളതായിരുന്നു. പിന്നെ എനിക്ക് ഇതിനകത്ത് ഈ 2 കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ എനിക്ക് വിശന്നിട്ട് ഒട്ടും വയ്യായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് ശരണ്യ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ റെസ്റ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വിശക്കായിരുന്നു, അത് ഞങ്ങൾ പുറത്ത് കഴിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. ശരണ്യ ഗായ്സ്, ആർക്കും അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ശരണ്യ ഒരു ഹായ് പറയാമോ വീഡിയോയിൽ? പുതിയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ് വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ KFC പോകാമെന്ന് വിചാരിച്ച്, നല്ല വിശക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് പോയി കഴിച്ചിട്ട് വരാം. റോട്ടിൽ ഭയങ്കര ഒച്ചയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങളതും ക്ഷമിക്കണം ഗായ്സ്. ഞങ്ങളപ്പം KFC മാറ്റി പുതിയ കടയിൽ പോകാമെന്ന് വിചാരിച്ച് ലുങ്കി ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ മാറ്റിയതാണ്. നല്ല ഫുഡ് കിട്ടിയാൽ മതിയായിരുന്നു. ഇത് മലയാളികളുടെ കടയാണ്, മലയാളികളുടെ. എനിക്ക് കടയിൽ കയറിയപ്പോൾ തന്നെ ഉള്ള ഈ ഒരു സ്മെല്ലും സോങ്ങൊക്കെ കാരണം എനിക്ക് അങ്ങോട്ട് ഭയങ്കര സന്തോഷം വന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ കട. അങ്ങനെ ഞങ്ങൾ എന്ത് കഴിക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആദ്യം അപ്പവും ചിക്കൻ കറിയും കഴിക്കാന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് നമ്മൾ ഈ പിടിയും കോഴിയും കണ്ടത്. അപ്പോൾ പിന്നെ അത് തന്നെ ട്രൈ ആക്കാൻ വിചാരിച്ചു. നല്ല അടിപൊളിയാണെന്നാണ് ശരണ്യ പറഞ്ഞത്. ഞങ്ങൾ പ്ലാൻ മാറ്റി ഞങ്ങൾ പിടിയും എന്തോ ചിക്കൻ കറി കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഈ കടയിലെ ആംബിയൻസ്. അപ്പം ഭയങ്കര വലിയ കടയൊന്നുമല്ല, കുറച്ച് പേർക്ക് ഇരിക്കാം, അങ്ങനെ ചെറുതാണ്. പക്ഷെ എന്നാൽ പോലും ഒരു നല്ല വൈബ് ഉണ്ടായിരുന്നു. ഈ ആനയുടെ സ്ഥലമൊക്കെ കണ്ടിട്ടില്ലേ? എൻ്റെ വീട്ടൊക്കെ ഉണ്ട് ഈ സാധനം. ഈ മിക്ക കേരള ആൾക്കാരുടെ വീട്ടിലുണ്ടായില്ലേ? അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ കടയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വേറെ പാടെ മക്കളെ കണ്ടില്ലേ? എനിക്കെന്തോ ഇത് മൊത്തം കണ്ടിട്ട് എൻ്റെ അമ്മമ്മേൻ്റെ വീട് ഓർമ്മ വരുമായിരുന്നു. എന്താണെന്നറിയാം. Burger, I went and told million burger. Yeah, so like a tiger അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫുഡ് വന്നു. കണ്ടപ്പോൾ തന്നെ ഉണ്ടല്ലോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇതായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾ അധികം കഴിക്കാത്തതാണ് ഞങ്ങൾ ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ. ഞങ്ങൾ 2 പേർക്ക് കൂടി വരട്ടെ ധാരാളമാണ്. സൂപ്പർ ഫുഡായിരുന്നു സൂപ്പർ ഫുഡ്. പറയാൻ മറന്നുപോയി, കാരണം ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നിട്ട് പറയുന്നത്. സോ ഫുഡ് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ കോയമ്പത്തൂരും ബാംഗ്ലൂരും വന്നിട്ട് ഞാൻ മേഘന ബിരിയാണിയൊക്കെ ട്രൈ ചെയ്തു, അതൊക്കെ നല്ലതായിരുന്നു. പക്ഷേ നമ്മൾ പുറത്ത് വന്നിട്ട് കേരള ഫുഡ് കഴിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ വികാരം മനസ്സിലാവുള്ളൂ. സൂപ്പറായിരുന്നു. ലൈക്ക് ഒന്നാമത്തെ കാര്യം, ഈ ഉച്ച സമയമൊക്കെ ആയപ്പം നമ്മൾ ഈ മീനിൻ്റെ സ്മെല്ലൊക്കെ വരില്ലേ, നല്ല വറുത്ത മീൻ്റെ മണം വരുമ്പോൾ നല്ല അടിപൊളിയാണ്.
അപ്പം കാരണം നമ്മൾ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും മീനുണ്ടാവും. അപ്പം അങ്ങനെ എപ്പോഴും മീൻ കഴിച്ച് അപ്പം എനിക്ക് വീടൊക്കെ ഓർമ്മ വന്നത്. പിന്നെ എൻ്റെ ആംബിയൻസ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. മലയാളം പാട്ട്, പഴയ യേശുദാസിൻ്റെ പാട്ടും നല്ല സ്മെല്ലും നല്ല ആംബിയൻസ് ഒക്കെ കണ്ടപ്പം ലൈക്ക് കേരളത്തിൽ വന്നൊരു ഫീൽ വന്ന്. അപ്പം പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും നമുക്ക് കേരളത്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ്. അപ്പം അടിപൊളിയായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ സൈഡിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ലൈക്ക് സൂപ്പർ ഫുഡായിരുന്നു. പിന്നെ അത്ര തന്നെ ഉള്ളൂ. ബൈ.